അന്നദാനത്തിന് എല്ലാ ദിവസവും വരാറുണ്ടായിരുന്നു? എല്ലാ ദിവസവും ഇല്ലായിരുന്നു. ഇവിടെ അടുത്താണോ താമസം? ആലഞ്ചേരി താമസം. ആദ്യം മുതൽ എല്ലാ ദിവസവും വന്നു? വന്നായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. എല്ലാം നല്ല സഹകരണമായിരുന്നു. ഇന്ന് ഒരുപാട് ആളുണ്ടായിരുന്നു. ക്യൂ നിന്ന് തന്നെ കയറി. ഇന്ന് എന്തൊരു പായസമായിരുന്നു? ഇന്ന് ശർക്കര പായസം. നാളെ അന്നദാനം ഉണ്ടല്ലോ? നാളെ ഉണ്ട്. നാളെ ഇതിലും വലിയ തിരക്കായിരിക്കും. കാരണം ഒരേ ദിവസം ചെല്ലുന്തോറും ആൾ കൂടി വരിക. ഭക്ഷണം തികയുന്നുണ്ട്. ഭക്ഷണം കൃത്യമായി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീ ശിവതാണ്ഡവം അവതരണം ശ്രീ സുരേഷ് അവിട്ട ഏരൂർ. ശ്രീ ശിവഗണപതി അവതരണം JD ഗോപൻ നേർച്ചയായി സമർപ്പിക്കുന്നത് കമ്മിറ്റി വക. നരസിംഹം ശ്രീകോകുലം ഏരൂർ ബിജു അമ്പാടി കരിമ്പിൽക്കോണം. അവതരണം സൗപർണിക കലാലയം ഗുരുവായൂർ നേർച്ചയായി സമർപ്പിക്കുന്നത് കമ്മിറ്റി വക. മാർജാല നൃത്തം അവതരണം സൗപർണിക കലാലയം. ആറാം ദിവസമായ ഇന്നത്തെ അന്നദാനം നേർച്ചയായി സമർപ്പിക്കുന്നത് ശ്രീമാൻ സന്തോഷ്, ഹാപ്പി ഫിനാൻസ് ആൻഡ് ഗ്രേറ്റർ മാൾസ്, സജീവ്, ഹാപ്പി ഫിനാൻസ് അവരുടെ വകയായിട്ടാണ്. ഇനിയുള്ള വർഷങ്ങളിലും ഒരു അന്നദാനം നടത്താനുള്ള പ്രചോദനം ഭഗവാന്റെ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നത് ഒരു കൂട്ടം സഹോദരങ്ങളാണ്. അവരെ എല്ലാവരുടെ പേര് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഇപ്റ്റ പ്ലാട്ടറങ്ങി നടത്തുന്ന നാടൻ പാട്ടും പടവെട്ടും എത്ര മണിക്കാണ്? രാത്രി 8 മണി മുതൽ ആരംഭിക്കുന്നതാണ്. എല്ലാവരെയും സാന്നിധ്യം വരും കാലങ്ങളിലും ഞങ്ങൾക്കുണ്ടാവണമെന്ന് ദൈവനാമത്താൽ അഭ്യർത്ഥിക്കുന്നു. വലിയൊരു ജനത്തിരക്കാണല്ലോ ഇന്നും കാണുന്നത്. നാളെ ഇതിൻ്റെ 3 ഇരട്ടിയായി ഉത്സവം. ഭഗവാന്റെ 1 രൂപ ഭഗവാന് കൊടുത്താൽ 1 രൂപയുടെ പുണ്യം ഭഗവാൻ തരും. അതാണ് ഭഗവാന്റെ തന്നെ. ബാലഗണപതിയാണ്. ഗണപതിയുടെ നാമം വാനോളം വാഴ്ത്തുന്ന പദ്ധതികൾക്ക് അതിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവും. ഇത് മാത്രമേ ഉത്സവ കമ്മിറ്റി കൺവീനർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. ഇനി വരും വർഷങ്ങളിലും എല്ലാവരെയും നിശ്ചയമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അനിയണ്ണന് ഗണപതി ക്ഷേത്രത്തിൽ അന്നദാനം നല്ലതുപോലെ ചെയ്തു കൊടുക്കാൻ അവസരം കിട്ടിയ ഗണപതി ഭഗവാന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തും. ഏരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഉത്സവത്തിൻ്റെ 6ാം ദിവസമാണ് ഇന്നത്തെ പ്രഭാത പൂജകൾക്ക് ശേഷം അന്നദാനമായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. ഏകദേശം 4500-5000-നകത്ത് ഭക്തജനങ്ങളാണ് ഇന്ന് അന്നദാനം കഴിച്ചിരിക്കുന്നത്. അതിന് ശേഷം ഇനി 8:30 മുതൽ ഇപ്റ്റ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും പടവെട്ടും എന്ന മെഗാ ഷോ 35-ൽ പുറത്ത് കലാകാരന്മാരാണ് അവതരിപ്പിക്കുന്നത്. 35 കലാകാരികളും കലാകാരന്മാരും അവതരിപ്പിക്കുന്ന മെഗാ ഷോ 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു.